ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ സീരീസിന്റെ 29ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിൻട്രസ്റ്റിൽ ഒരു ബിസിനസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DLT രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. എന്താണ് DLT രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി. ഈ ഒരു ടെക്നോളജി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിലവിൽ DLT എടുത്തിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ അവരുടെ പ്രൊമോഷൻസ് SMS-ലൂടെ മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ എന്താണ് DLT രജിസ്ട്രേഷൻ നോക്കുകയാണെന്നുണ്ട് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് രജിസ്ട്രേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഇത് നമ്മുടെ ട്രായ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള തിങ്ങാണ്. ഇത് എന്തിനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തെന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ദിനംപ്രതി വരുന്ന ഫ്രോഡ് മെസ്സേജസ് ഒഴിവാക്കാനായിട്ട്, അതേപോലെ തന്നെ SMS പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട്, അതേപോലെ തന്നെ ഈ മെസ്സേജസ് ഒക്കെ ആരാണ് അയക്കുന്നത് എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു DLT എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ ഒരു DLT ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള സർവീസ്, അതായത് ടെലികോം സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള വോഡഫോൺ ഐഡിയ, അതേപോലെ തന്നെ നമ്മുടെ എയർടെൽ, BSNL, ടാറ്റ, ജിയോ അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾക്ക് ഈ ഒരു DLT രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമുകളായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വോഡഫോൺ ഐഡിയയുടെ വിൽപവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണ്. ഇതിൽ willpower.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് നമ്മൾ വോഡഫോൺ ഐഡിയയിൽ നമ്മൾ DLT രജിസ്ട്രേഷൻ എടുക്കുന്നത്. അതേപോലെ തന്നെ BSNL നോക്കുകയാണെന്ന് വെച്ചാൽ BSNL DLT എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ നമുക്ക് BSNLൻ്റെ DLT പാനലായിട്ടുള്ള uccbsnl.co.in എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റ് നമുക്ക് ഓപ്പൺ ആവും. അതേപോലെ തന്നെ എയർടെൽ എന്ന് DLT എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ എയർടെലിൻ്റെ DLTconnect.airtel.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് നമ്മൾക്കുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജിയോൻ്റെ DLT ആയിട്ടുള്ള trueconnect.jio.com എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ടാറ്റയുടെ DLT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള telemarketer.tatatelservice.com എന്ന് പറഞ്ഞിട്ടുള്ള DLT പ്ലാറ്റ്ഫോം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും DLT രജിസ്ട്രേഷൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടി എടുക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ അത് വേണ്ട. ഏതെങ്കിലും ഒരു പ്രൊവൈഡറിൻ്റെ അടുത്ത് ഒരു DLT രജിസ്ട്രേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്തെടുത്താൽ മതി. പിന്നീട് നമുക്ക് വേറെ ഏതെങ്കിലും പ്രൊവൈഡേഴ്സിൻ്റെ DLT പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഓൾറെഡി കിട്ടിയിട്ടുള്ള DLT രജിസ്ട്രേഷൻ പ്രിൻസിപ്പൽ എൻറ്റിറ്റി ID വെച്ചിട്ട് നമുക്ക് എൻറോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു പ്രൊവൈഡറിൻ്റെ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ വെച്ചാൽ പിന്നെ ഇപ്പോൾ കാണിച്ച ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും നമുക്ക് എൻറോൾ ചെയ്യാനായിട്ട് പറ്റും. എൻറോൾ ചെയ്ത് കഴിഞ്ഞ വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു DLT രജിസ്ട്രേഷന് ചാർജബിൾ ആണ്. അതായത് 1 ഇയർ ആണ് നമ്മൾ ഈ ഒരു DLT രജിസ്ട്രേഷൻ എടുക്കുക. ഓരോ ഇയർ കഴിയുന്ന സമയത്ത് നമ്മൾ അത് റിന്യൂ ചെയ്യണം. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് ജിയോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസാണ് നമുക്ക് കാണിക്കുന്നത്. അതിൽ പ്രിൻസിപ്പൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ബിസിനസ്സുകാർ കസ്റ്റമർക്ക് ഒരു ഓഫർ മെസ്സേജ് ഒക്കെ അയക്കുന്ന ഒരു തിങ് ആണെന്നുണ്ട് പറഞ്ഞാൽ B2C ആണ് SMS-ൻ്റെ യൂസേജ് എന്നുണ്ട് പറഞ്ഞാൽ അവർ പ്രിൻസിപ്പൽ എൻറ്റിറ്റിയാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു B2B, അതായത് ഒരു SMS സർവീസ് പ്രൊവൈഡർ, ബൾക്ക് SMS സർവീസ് പ്രൊവൈഡർ ഒരു ബിസിനസ്സിന് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് SMS കൊടുക്കുകയാണെങ്കിൽ അവർ ടെലിമാർക്കറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സുകാർ കസ്റ്റമേഴ്സിന് ഓഫർ മെസ്സേജും അലേർട്ട് മെസ്സേജും അയക്കുന്നത് പ്രിൻസിപ്പൽ എൻറ്റിറ്റിയും, അതേപോലെ തന്നെ ഒരു SMS സർവീസ് പ്രൊവൈഡർ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് SMS മറ്റൊരു ബിസിനസ്സിന് കൊടുക്കുകയും അവരവരുടെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നത് ടെലിമാർക്കറ്ററുമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കസ്റ്റമറാണ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പ്രിൻസിപ്പൽ എൻറ്റിറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചോദിക്കുന്നുണ്ട്, ആർ യു ഓൾറെഡി രജിസ്റ്റേർഡ് പ്രിൻസിപ്പൽ എൻറ്റിറ്റി ഇൻ എനി മൊബൈൽ ഓപ്പറേറ്റർ DLT നെറ്റ്വർക്ക്. ഇതിൽ ഏതെങ്കിലും നെറ്റ്വർക്കിൽ നിങ്ങൾ ഓൾറെഡി DLT രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ S എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു പ്രിൻസിപ്പൽ എൻറ്റിറ്റി ID എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ എൻറോൾ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ജസ്റ്റ് നോ കൊടുക്കുക, ദെൻ നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാം.
ഇതിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ നെയിം, അതായത് ഓർഗനൈസേഷൻ്റെ നെയിം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റിൽ എന്താണോ നെയിം കൊടുത്തിരിക്കുന്നത് അതേ നെയിം വേണം നമുക്കിവിടെ കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ കാറ്റഗറി ഗവൺമെൻറ് ഓർ നോൺ ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ടൈപ്പ്, ഓർഗനൈസേഷൻ സോളോ പ്രൊപ്പറേറ്റർഷിപ്പ് ആവാം, കോർപ്പറേറ്റ് ഫോം ആവാം, അതേപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവാം, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവാം, NGO ആവാം. അപ്പോൾ ഇതിൽ ഏത് ഫേമാണ് നിങ്ങളുടെ എന്നുണ്ട് പറഞ്ഞു വെച്ചാൽ അത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സോളോ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ അത് നമ്മൾ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പാൻ കാർഡ് എൻ്റർ ചെയ്യാം. പാൻ കാർഡിൻ്റെ ഡോക്യുമെൻ്റ് PDF ആയിട്ടോ അല്ലെങ്കിൽ JPG ആയിട്ടോ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള GST രജിസ്ട്രേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവരുടെ നമ്പർ വെരിഫൈ ചെയ്യുക, ദെൻ അതിൻ്റെ രജിസ്ട്രേഷൻ ഡോക്യുമെൻ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. മറ്റ് 2 സ്റ്റെപ്പ് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് DLT രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഓർഗനൈസേഷൻ അഡ്രസ്സ് എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിൽ എന്താണോ അഡ്രസ്സ് ഉള്ളത് ആ അഡ്രസ്സ് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ അവിടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കുറച്ച് ചോദിക്കും. അതിന് പുറമെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മെയിൽ ID, അതായത് ആ കമ്പനി യൂസ് ചെയ്യുന്ന ഒരു മെയിൽ IDയും അതേപോലെ തന്നെ നമ്മളൊരു പാസ്വേഡും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ഫൈനൽ ചെക്കിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് 24 to 48 hours ഉള്ളിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം പക്കയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടും. ആ രജിസ്ട്രേഷൻ കിട്ടിയത് എങ്ങനെ അറിയാമെന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെയിൽ IDയിലേക്ക് രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റോട് കൂടിയിട്ട് മെയിൽ നിങ്ങൾക്ക് റിസീവ് ആവുന്നുണ്ടാവും. അങ്ങനെ റിസീവ് ആയി കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു DLT പ്ലാറ്റ്ഫോം ലോഗിൻ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ DLT രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് എന്താണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രിൻസിപ്പൽ ഐഡൻറ്റിറ്റി ആണോ ടെലിമാർക്കറ്റർ ആണോ ഏതാണെന്നുണ്ട് പറഞ്ഞാൽ അത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ പ്രോപ്പറായിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നുണ്ടാവും. ആ ഒരു നമ്പർ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ നേരെ ഡയറക്റ്റായിട്ട് നമ്മുടെ DLT പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി ചെല്ലുന്നത് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ മേലെ കാണുന്നതാണ് ഒരു പ്രിൻസിപ്പൽ എൻറ്റിറ്റി ID എന്ന് പറയുന്നത്. അതായത് നമ്മൾ രജിസ്ട്രേഷൻ എടുത്ത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഐഡിയാണ് ഈ ഒരു പ്രിൻസിപ്പൽ എൻറ്റിറ്റി ID. ഈ ഒരു ജിയോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എക്സ്പയർ ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു വെച്ചാൽ 1 year ആണ് ഈ ഒരു DLT രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ വാലിഡിറ്റി വരുന്നത്. നമ്മൾ വാലിഡിറ്റി കഴിഞ്ഞ് വെച്ചാൽ പുതുതായിട്ട് നമ്മൾ 5000+ GST കൊടുത്തിട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ റിന്യൂവൽ ചെയ്യണം. ദെൻ ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു എൻറ്റിറ്റി ID ആണ്, ഒരു പ്രിൻസിപ്പൽ എൻറ്റിറ്റി ID ആണ് നമ്മളിവിടെ അപ്രൂവൽ എടുത്തിരിക്കുന്നത്. ദെൻ ഇവിടെ ഹെഡർ നോക്കുകയാണെന്ന് വെച്ചാൽ ഒന്നാണ് നമുക്ക് അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്, പിന്നെ നമ്മൾ വേറെ ഒന്നും എടുത്തിട്ടില്ല. ദെൻ നമുക്ക് വേണ്ടത് കോണ്ടൻറ്റ് ടെംപ്ലേറ്റ് ആണ്. ഇവിടെ 4ഓളം ടെംപ്ലേറ്റുകൾ നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 7ഓളം ടെംപ്ലേറ്റുകൾ നമുക്ക് റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. അതേപോലെ തന്നെ ഈ ഒരു ജിയോൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇവിടെ ഹെഡർ SMS എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ഹെഡർ രജിസ്റ്റർ ചെയ്യുന്നതും അതേപോലെ തന്നെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഹെഡറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നതും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡർ SMS എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ വെച്ചാൽ ഹെഡർ ഡീറ്റെയിൽസും കാണാം, അതേപോലെ തന്നെ ഹെഡർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ഈ ഒരു അക്കൗണ്ട് എക്സ്പയർ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഹെഡർ SMS രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ടാറ്റയിൽ ഇവരുടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് എങ്ങനെയാണ് ഒരു ഹെഡർ രജിസ്റ്റർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇതിലേക്ക് SMS അയക്കേണ്ട ടെംപ്ലേറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്ക് അതിൽ ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ ഞാനിവിടെ ടാറ്റ എന്നുള്ള ഓപ്ഷൻ്റെ ഉള്ളിലേക്ക് പോയി. ഇവിടെ നമ്മൾ പ്രിൻസിപ്പൽ എൻറ്റിറ്റി നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇവർ തന്നെയാണ് നമ്മൾ ടാറ്റയിലും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൽ എൻറ്റിറ്റി തന്നെ മതി നമുക്ക്. സോ പ്രിൻസിപ്പൽ എൻറ്റിറ്റി ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ ആഫ്റ്റർ ഇവിടെ നമ്മൾ പ്രിൻസിപ്പൽ എൻറ്റിറ്റി IDയും അതേപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് ഞാനിവിടെ സൈനപ്പ് ചെയ്യാണ്. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ നമ്മളുടെ OTP വരും. OTP ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്.
OTP എൻ്റർ ചെയ്ത് നമ്മളിവിടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നേരെ നമ്മുടെ ടാറ്റയുടെ പാനലിലേക്ക് പോകും. ടാറ്റയിലെ പാനലിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറയും. അത് നമുക്ക് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. ന്യൂ ഹെഡർ SMS എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ രജിസ്റ്റേർഡ് ഹെഡ്രസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ബൾക്ക് SMS ഹെഡർ രജിസ്ട്രേഷൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഡൗൺലോഡ് ഹെഡർ ബൾക്ക് അപ്ലോഡ് ടെംപ്ലേറ്റ്സ് ഓപ്ഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ രജിസ്റ്റേർഡ് ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ചെക്ക് ചെയ്യാം. പുതുതായിട്ട് ഒരു ടെംപ്ലേറ്റ് രജിസ്ട്രേഷൻ നമുക്ക് ഇവിടെ ഇൻഡിവിജ്വൽ ഹെഡർ സ്റ്റാറ്റസ് സമ്മറി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ രജിസ്റ്റേർഡ് ടെംപ്ലേറ്റുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ജിയോയിലാണ് ഇവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ന്യൂ ഹെഡർ എന്തെങ്കിലും വേണമെന്നുണ്ട് വെച്ചാൽ ന്യൂ SMS ഹെഡർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. ചൂസ് ചെയ്തെടുത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഹെഡർ ടൈപ്പ് നമ്മൾ കൂടുതലായിട്ടും സർവീസ് ഇംപ്ലിസിറ്റ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡു നോട്ട് ഡിസ്റ്റർബ് നമ്പേഴ്സിലോട്ട് SMS ഡെലിവർ ആവില്ല. ഇംപ്ലിസിറ്റിലാണ് നമ്മൾ അലേർട്ട് മെസ്സേജസ് ഒക്കെ നമ്മൾ കൊടുക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ പ്രൊമോഷണൽ മെസ്സേജസ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നെയിം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇംപ്ലിസിറ്റ് എന്നുള്ളത് കൊടുത്തു. ഇവിടെ നമ്മൾ ഹെഡർ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ആൽഫബറ്റ് ആണ് യൂസ് ചെയ്യുക. അത് =6 ആണ്. 6 ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് SMS ക്യാമ്പയിൻ വരുന്നത് നിങ്ങളെടുത്ത് ശ്രദ്ധിച്ചാൽ മതി. ആരൊക്കെ കമ്പനിയുടെ ഒരു ഷോർട്ട് നെയിമിലായിരിക്കും നിങ്ങൾക്ക് SMS റിസീവ് ആവുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഹെഡർ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ പേര് മഞ്ഞിലാസ് എന്നാണ്. അപ്പോൾ ഞാനിവിടെ ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഹെഡർ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കമ്പനിയുടെ നെയിമിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഹെഡർ ഐ ഡി വേണം എടുക്കാനായിട്ട്. മഞ്ഞിലാസിൽ MAN-ഉം LAS-ഉം ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ കൊടുത്തതിന് ശേഷം ചെക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം. ഇത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹെഡർ നമുക്ക് രജിസ്ട്രേഷന് നമുക്ക് കൊടുക്കാവുന്നതാണ്. കാറ്റഗറിയും നാച്ചർ ഓഫ് ബിസിനസ്സും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ കോണ്ടന്റ് രജിസ്ട്രേഷൻ. കോണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ SMS കസ്റ്റമേഴ്സിലേക്ക് അയക്കാൻ പോകുന്ന SMS-ഉം കൂടെ നമ്മൾ ഈ ഒരു DLT പ്ലാറ്റ്ഫോമിൽ കയറി രജിസ്റ്റർ ചെയ്യണം. അതായത് എന്ത് കോണ്ടന്റ് ആണ് നമ്മൾ നമ്മുടെ കസ്റ്റമറിലേക്ക് അയക്കുന്നതെന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു കോണ്ടന്റ് വെച്ചിട്ട് നമ്മുടെ കസ്റ്റമറിലേക്ക് SMS അയക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ കോണ്ടന്റ് ടെംപ്ലേറ്റ് രജിസ്ട്രേഷനാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കോണ്ടന്റ് ടെംപ്ലേറ്റ് രജിസ്ട്രേഷൻ സമ്മറിയിൽ നോക്കിക്കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. ജസ്റ്റ് കോണ്ടന്റ് ടെംപ്ലേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ സർവീസ് ഇംപ്ലിസിറ്റ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. കാറ്റഗറി നമ്മൾ നോക്കുകയാണെന്നുണ്ട് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നുള്ളത് നമ്മൾ കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് ഫുഡ് ആൻഡ് ബിവറേജസ് ആണ്, ഞാൻ അത് ചൂസ് ചെയ്ത് കൊടുത്തു. ദെൻ ഹെഡർ, ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെഡർ CD ഫിഷ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു ഹെഡർ നമ്മളിവിടെ ചൂസ് ചെയ്ത് കൊടുത്തു. ദെൻ ഇവിടെ ടെക്സ്റ്റും യൂണിക്കോഡും ഉണ്ട്. നമ്മുടെ SMS കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജസ്, ഇപ്പോൾ മലയാളം ലാംഗ്വേജോ അല്ലെങ്കിൽ മറ്റ് അതർ ലാംഗ്വേജസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് യൂണിക്കോഡിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള മെസ്സേജസ് ഇംഗ്ലീഷിലായതുകൊണ്ട് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇവിടെ ടെംപ്ലേറ്റിന് വേണ്ടിയിട്ട് ഒരു നെയിം കൊടുക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്കറിയാൻ വേണ്ടിയിട്ടുള്ള നെയിമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓണം ക്യാമ്പയിൻ ആണെന്നുണ്ട് പറഞ്ഞാൽ ഇവിടെ ഓണം ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇനിയിപ്പോൾ ഡെയിലി ഫിഷ് റേറ്റ്സ് ആണെന്നുണ്ട് പറഞ്ഞാൽ ഡെയിലി ഫിഷ് റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ടെംപ്ലേറ്റിന് നെയിം കൊടുക്കാം. ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ടെംപ്ലേറ്റ് കോണ്ടന്റ്, അതായത് നിങ്ങൾക്ക് എന്താണ് കസ്റ്റമർക്ക് SMS അയക്കേണ്ടത് ആ കോണ്ടന്റ് നമ്മൾക്ക് ഇവിടത്തേക്ക് കൊടുക്കാവുന്നതാണ്. ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഒരു SMS കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ അതിൽ ഇതിൻ്റെ ടെംപ്ലേറ്റ് ഇങ്ങനെയായിരിക്കും. ഡിയർ വിഷ്ണു എന്ന് പറയുന്നത് ഇത് എനിക്ക് മാത്രം അയക്കാൻ മാത്രമേ ഡിയർ വിഷ്ണു എന്ന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മളെപ്പോലെ മറ്റുള്ള ആൾക്കാർക്കും SMS അയക്കണം എന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഓരോ ആളുടെ പേരിൽ നമുക്ക് ഈ ഒരു DLT രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ റെഗുലർ ബേസ് മാറുന്ന സ്ഥലത്ത് വേരിയബിൾസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. വേരിയബിൾസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് #VAR #ക്ലോസ് ബ്രാക്കറ്റ്
ഇതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ വേരിയബിൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ വേരിയബിൾ ഇട്ടിരിക്കുന്ന സ്പേസിൽ നമുക്ക് 30 ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിയർ വിഷ്ണു, ഡിയർ സുമേഷ്, ഡിയർ അതുൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആ ഒരു നെയിം നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 30 ക്യാരക്ടർ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കോണ്ടന്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടുഡേസ് ഫിഷ് റേറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിഷ് റേറ്റിൻ്റെ ആ റേറ്റ് നമുക്ക് വീണ്ടും വേരിയബിൾ കൊടുക്കാം. എന്താ പറഞ്ഞാൽ ഡെയിലി ബേസിസ് മാറുന്നതാണ് ഫിഷ് റേറ്റ്, അപ്പോൾ അതും വേരിയബിൾ കൊടുക്കാം. അതേപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മുടെ കോണ്ടന്റ് എല്ലാം ടൈപ്പ് ചെയ്ത് ഏറ്റവും അവസാനം നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, നമ്മുടെ രജിസ്റ്റേർഡ് കമ്പനി നെയിമും കൂടെ നമ്മുടെ ടെംപ്ലേറ്റിൽ നമ്മൾ അയക്കാൻ പോകുന്ന SMS വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ടെംപ്ലേറ്റ് അപ്രൂവൽ നമുക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ടെംപ്ലേറ്റ്, അതായത് എന്തിനു വേണ്ടിയിട്ട് അയക്കുന്നത്. ഇപ്പോൾ ഞാൻ ഡെയിലി ഫിഷ് റേറ്റ് അപ്ഡേറ്റ് ഫോർ അവർ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടെംപ്ലേറ്റ് എന്താണ് നമ്മുടെ പർപ്പസ് എന്നുള്ളതിന് ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ സബ്മിറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ടെംപ്ലേറ്റ് അപ്രൂവലിന് പോവുകയും നമ്മുടെ ടെംപ്ലേറ്റിൽ വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ലെങ്കിൽ നമ്മുടെ ടെംപ്ലേറ്റ് അവർ പറയുന്ന എല്ലാ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെംപ്ലേറ്റ് നമുക്ക് അപ്രൂവൽ കിട്ടും. അപ്രൂവൽ നമുക്ക് മേ ബി ഒരു 48 അല്ലെങ്കിൽ 72 hours ഒക്കെ വരെ ചിലപ്പം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് സഡൻ ആയിട്ടുള്ള SMS അയക്കണം എന്നുണ്ട് പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് പോസിബിൾ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു SMS ക്യാമ്പയിൻ റൺ ചെയ്യണമെന്നുണ്ട് വെച്ചാൽ ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു DLT രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ടെംപ്ലേറ്റ് അപ്രൂവൽ കിട്ടുള്ളൂ. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അയക്കുന്നതിൻ്റെ ഒരു 4-5 ദിവസം മുമ്പ് തന്നെ വേണ്ട ടെംപ്ലേറ്റ് രജിസ്റ്റർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ടെംപ്ലേറ്റ് രജിസ്ട്രേഷൻ, ഹെഡ് രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ DLT രജിസ്ട്രേഷൻ നടത്തുന്നത്. അപ്പോൾ DLT രജിസ്ട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ഒരു 48 മണിക്കൂറോളം ടൈം എടുക്കും. അതുപോലെ തന്നെ ഹെഡ് രജിസ്റ്റർ ചെയ്താലും ഒരു 48 hours വരെ നമുക്ക് ടൈം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ടെംപ്ലേറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ മേ ബി ഒരു 72 hours മേലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മൊത്തമായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ മിനിമം ഒരു 6 to 10 days നമുക്ക് എന്തായാലും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു SMS അയക്കണമെങ്കിൽ ഈ ഒരു DLT പ്ലാറ്റ്ഫോം എടുത്തതിന് ശേഷമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ DLT രജിസ്ട്രേഷൻ എടുക്കേണ്ട പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.